സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളിലൊന്നാണ് പ്രവാസികൾ. കറൻസി അസാധുവാക്കലിന് ശേഷം നാട്ടിലേക്ക് പണം അയക്കുന്നതിന് ശങ്കിച്ചു നിൽക്കുകയാണ് പ്രവാസികൾ. ഇത് കേരളത്തിനും രാജ്യത്തിനും ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. വിദേശത്തെ ഒരു ധനകാര്യ സ്ഥാപനം പോലും അസാധുവായ നോട്ടുകൾ നിക്ഷേപമായി സ്വീകരിക്കാനോ മാറ്റി നൽകാനോ കൂട്ടാക്കുന്നില്ല. നോട്ടുകൾ അസാധുവാക്കിയതോടെ കയ്യിൽ കരുതിയ 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ എന്തു ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് പ്രവാസി ഇന്ത്യക്കാർ. വിദേശത്തേക്ക് കൊണ്ടുപോയി കൈവശം വയ്ക്കാവുന്ന പരിധി 25,000 രൂപയാണെങ്കിലും ഇതിലും ചെറിയ തുകയാണ് പലരുടെയും കൈവശമുള്ളത്. നാട്ടിലേക്ക് പണം അയച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്കയും പ്രവാസികൾക്കുണ്ട്. ഇപ്പോൾ ഗൾഫിലെ ഇന്ത്യക്കാർ, ഗൾഫിലെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് കേരളത്തിലെ എല്ലാ മാറ്റങ്ങളും, ഇന്ത്യയിലെ എല്ലാ സ്പന്ദനങ്ങളും ഉറ്റുനോക്കിക്കൊണ്ട് കാണുകയും അതേപോലെ കൾച്ചറലിയും അല്ലെങ്കിൽ ഇമോഷണലിയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സമൂഹമാണ്. ഒരുപക്ഷെ US-ലെയോ അല്ലെങ്കിൽ UK-ലെയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെയോ ഒരു നോൺ റെസിഡൻറ്റ് മലയാളികളെ പോലെയല്ല ഗൾഫിലെ മലയാളികൾ മാറ്റങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാ ഓപ്പറേഷണൽ ഡിഫിക്കൽട്ടിയും എല്ലാ മാറ്റങ്ങളും തീർച്ചയായിട്ടും ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി അവരെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ വന്നിട്ടുള്ള ഒരുപാട് ഓപ്പറേഷണൽ ഡിഫിക്കൽട്ടി എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് യാതൊരു വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല. നോട്ട് അസാധുവാക്കലിന് ശേഷം രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടായി. നവംബർ 8-ന് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 66 രൂപ 70 പൈസയായിരുന്നു. ഇന്നത് 67 രൂപ 91 പൈസയാണ്. സെൻസെക്സ് അന്ന് 27,951 പോയിന്റായിരുന്നു. ഇന്ന് 26,626. നിഫ്റ്റി 8,543 പോയിന്റിൽ നിന്ന് 8,185 പോയിന്റായി. സ്വർണ്ണവിലയിലും കനത്തിടിവുണ്ടായി. ദീർഘകാലത്തേക്ക് നോട്ട് അസാധുവാക്കൽ ഗുണം ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. പക്ഷേ ഹ്രസ്വകാലത്തേക്കാണെങ്കിലും അതുണ്ടാക്കുന്ന ദുരിതങ്ങൾ തള്ളിക്കളയാനാകില്ല. This government will continue to follow sound and prudent economic policies to ensure that India has a bright future in the long run. We will not take decisions for short-term political point scoring. 50 ദിവസം കൊണ്ട് പ്രതിസന്ധികൾ അയയുമെന്നായിരുന്നു പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ നോട്ട് അസാധുവാക്കലിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകൾ ഇനിയും നീളുമെന്നാണ് ഇപ്പോഴുള്ള സൂചനകൾ. ചുരുങ്ങിയ കാലത്തെ പ്രശ്നങ്ങൾ ദീർഘകാലത്തേക്കുള്ള നേട്ടം ഇല്ലാതാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പം 14 ലക്ഷം കോടി രൂപ തിരിച്ചു വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന് 1-2 ആഴ്ചയായിട്ട് കണക്ക് പുറത്തു വിടുന്നതുമില്ല. അതുകൊണ്ടിട്ട് നമുക്ക് എത്ര ലക്ഷം കോടി രൂപ, ഇനി 15 ലക്ഷം കോടി രൂപ വിഡ്രോ ചെയ്തെടുത്ത് അതിൽ കൂടുതൽ പണം വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോഴും പലരും പ്രകടിപ്പിക്കുന്നത്. എന്നിട്ട് ലോങ് ടേം ഗ്രോത്തിൽ, ലോങ് ടേമിലായിട്ട് ഈ വളർച്ചയെ പിന്നീട് കൂടുതൽ മെച്ചപ്പെടുത്തത്തക്ക രീതിയിലുള്ള പണം അടിച്ചിറക്കി പുതുതായിട്ട് അടിച്ചിറക്കാമെന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുകയാണ്. ചെറിയ സമ്പദ് വ്യവസ്ഥയിൽ ചെയ്യുന്ന പരീക്ഷണങ്ങൾ ഇന്ത്യയിലാകാമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ദീർഘകാലത്തേക്ക് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നതാണ് കറൻസി അസാധുവാക്കൽ എന്ന് ആവർത്തിക്കപ്പെടുമ്പോൾ ജോൺ കെയ്ൻസിന്റെ വാക്കുകളായിരിക്കും മറുപടി. ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും മരിക്കും. പ്രതീക്ഷകൾ കൈവിടുന്നില്ല. ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ജനനന്മ തന്നെയായിരിക്കണം. കള്ളപ്പണം ഇല്ലാതാക്കുകയെന്ന ലക്ഷ്യം പരാജയപ്പെട്ടെങ്കിലും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കട്ടെ. ഈ പരിപാടി ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.